എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ വരുന്ന ഏപ്രിൽ 9 വ്യാഴാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുകയും മെയ് 4-ന് ഫലം പുറത്തു വരികയും ചെയ്യും. വോട്ട് ചെയ്യാൻ പോകുമ്പം ഓരോ വോട്ടറും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി 12 തിരിച്ചറിയൽ രേഖകളാണ് അനുവദിച്ചിരിക്കുന്നത്. ക്യൂ നിൽക്കുന്നത് മുതൽ വോട്ട് രേഖപ്പെടുത്തുന്നത് വരെ ഒരു വോട്ടർ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പാലിക്കേണ്ടത് എന്നതിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി വിവരിക്കാൻ പോകുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പും കയ്യിൽ കരുതേണ്ടതാണ്. പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോണോ മറ്റ് ക്യാമറകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അനുവദനീയമല്ല. അതിന് നിയന്ത്രണമുണ്ട്. ഇനി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ വെബ്സൈറ്റായ voters.eci.gov.in എന്ന വെബ്സൈറ്റിലോ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ എപ്പിക് നമ്പർ നൽകി പരിശോധിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ 1950 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളെ പറ്റി അറിയാവുന്നതാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സമയം. ഇനി അഥവാ 6 മണി കഴിഞ്ഞും നിങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ അനുവദിച്ചു നൽകുന്നതായിരിക്കും. 6 മണി കഴിഞ്ഞ് പുതുതായി ആരെയും തന്നെ വോട്ട് ചെയ്യാൻ പ്രവേശിപ്പിക്കുന്നതല്ല. ഇനി വോട്ട് ചെയ്യുവാനായി നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇലക്ഷൻ ID കാർഡാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ID കാർഡ് നിങ്ങളുടെ കയ്യിലില്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറ്റ് 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ കമ്പനി എന്നിവയിലെ ജീവനക്കാർക്കും നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച ID കാർഡ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്ട്രേഷന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, MNREGA തൊഴിൽ കാർഡ്, അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡ് എന്നിവയാണ് മറ്റ് 12 രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിയുള്ളവർക്കും വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകളിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അവർക്ക് വേണ്ടി പ്രത്യേകം റാമ്പുകളും വീൽചെയറുകളും അവിടെ സജ്ജമായിരിക്കും. കാഴ്ച പരിമിതി ഉള്ളവർക്കും ബ്രെയിൻ ലിപി സൗകര്യമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, സഹായത്തിനായി പ്രത്യേകം വോളണ്ടിയർമാർ, ആവശ്യമായ ഇടങ്ങളിൽ ആംഗ്യഭാഷാ സഹായം എന്നിവയും ലഭ്യമായിരിക്കും. അതുകൂടാതെ ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് കേന്ദ്രങ്ങളിലേക്കും പോളിംഗ് ബൂത്തുകളിലേക്കും എത്തിക്കാനുള്ള യാത്രാ സൗകര്യവും ലഭ്യമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുവാനായി നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ പോളിംഗ് സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്യൂ പാലിക്കേണ്ടതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമമനുസരിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് കടത്തിവിടുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ എത്തുക ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുന്നിലായിരിക്കും. വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തും. തുടർന്ന് നിങ്ങളുടെ ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഇത് പോളിംഗ് ഏജന്റുമാർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് നിങ്ങൾ ഒരു ജെനുവിൻ വോട്ടറാണോ എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം നിങ്ങൾ എത്തുന്നത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്താണ്. അവിടെ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. തുടർന്ന് വോട്ടർമാരുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ ഒപ്പോ വിരലടയാളമോ രേഖപ്പെടുത്തുകയും ഒരു വോട്ടർ സ്ലിപ്പ് നൽകുകയും ചെയ്യും. രണ്ടാം ഓഫീസർ നൽകിയ സ്ലിപ്പുമായി നിങ്ങൾ മൂന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തണം. നിങ്ങളുടെ കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം അദ്ദേഹം കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. ഇതോടെ കൺട്രോൾ യൂണിറ്റിലെ BC എന്ന് രേഖപ്പെടുത്തിയ ലൈറ്റ് ചുമപ്പ് നിറമാകും. ഈ സമയം ബാലറ്റ് യൂണിറ്റിലെ റെഡി എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തെ ലൈറ്റ് പച്ച നിറത്തിൽ പ്രകാശിക്കും. തുടർന്ന് വോട്ടർ കൗണ്ടറിൽ പ്രവേശിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര്, ഫോട്ടോ, ചിഹ്നം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെതിരെയുള്ള നീല ബട്ടൺ അമർത്തണം. ഇതോടെ റെഡി ലൈറ്റ് അണയും.
സ്ഥാനാർത്ഥിയുടെ പേരിന് സമീപത്തുള്ള നീല ബട്ടൺ അരികിലുള്ള ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും. വോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള വിവിപാറ്റ് മെഷീന്റെ സ്ക്രീനിലേക്ക് നോക്കുക. നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പറും പേരും ചിഹ്നവും സീരിയൽ നമ്പറും അടങ്ങുന്ന ഒരു പ്രിന്റ് വിവിപാറ്റ് യന്ത്രത്തിൽ നിന്നും പുറത്തുവരികയും 7 സെക്കൻഡ് സമയം വിൻഡോയിലൂടെ കാണുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്നും ഒരു ബീപ്പ് ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഇത് കേട്ടാൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏതാനും സെക്കൻഡുകൾക്കകം ബാലറ്റ് യൂണിറ്റിൽ സ്ഥാനാർത്ഥിയുടെ ബട്ടന് നേരെയുള്ള ചുവപ്പ് ലൈറ്റും കൺട്രോൾ യൂണിറ്റിലെ BC ലൈറ്റും അണയും. ബീപ്പ് ശബ്ദം നിലയ്ക്കുകയും ഇതോടെ വോട്ടിംഗ് നടപടികൾ പൂർണ്ണമായി. നിങ്ങൾക്ക് ബൂത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താൽപ്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബാലറ്റ് യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ബട്ടനായ നോട്ട അമർത്താവുന്നതാണ്. ഇതും ഒരു സമ്മതിദാന അവകാശമാണ്. എല്ലാ നടപടികളുടെയും മേൽനോട്ട ചുമതല പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. വിവിപാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. വോട്ടറുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടുക. മഷി വേണ്ട വിധം പതിയാതിരിക്കുകയോ എണ്ണയോ ഗ്രീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ വിരലിന് പുറത്തായി ഉണ്ട് എന്ന സംശയം തോന്നിയാൽ അത് തുണി കൊണ്ട് തുടച്ചു മാറ്റി വീണ്ടും മഷി പുരട്ടുവാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുന്നതാണ്. ഇനി റീപോളിംഗ് ആവശ്യമായി വന്നാൽ ഇടതു കൈയിലെ നടുവിരലിലായി മഷി പുരട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും അവരവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.